ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ, തലമുറകളിന്മേൽ ദൈവിക അനുഗ്രഹമുണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ സന്ദേശം നിങ്ങൾ പ്രാർത്ഥനയോടെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യണം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഈ ലോകത്ത് സമാധാനം ഉണ്ടായത് കാൽവറിയിലാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കും പാപമോചനം ലഭിച്ചത് കാൽവറിയിലാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിച്ചത് കാൽവറിയിലാണ്. കാൽവറിയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവിടെ നാം കാണുന്നത് അനുസരണമാണ്. അനുസരണം. അനുഗ്രഹം വേണ്ടവർ ശ്രദ്ധിക്കണേ. അനുസരണം അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ വാതിൽ, സമാധാനത്തിൻ്റെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ ഒക്കെ വാതിൽ തുറക്കപ്പെട്ടത് ഒരു വ്യക്തി അനുസരിക്കാൻ മനസ്സ് വെച്ചപ്പോഴായിരുന്നു. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിങ്ങൾ അനുസരിക്കണം. എന്തനുസരിക്കണം? ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അനുസരണത്തിനൊരു ഭാവമുണ്ട്. അത് ക്രിസ്തു യേശുവിൻ്റെ ഭാവമാണ്. ക്രിസ്തു യേശു ഉന്നതനാണ്. ക്രിസ്തു യേശു അത്യുന്നതനാണ്. എന്നാൽ ഭാവം ഉന്നത ഭാവമല്ല, ഭാവം താഴ്മയാണ്. ഉന്നത ഭാവമുള്ളവന് അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ ഉയരങ്ങളിൽ വസിക്കുന്നവനാണ്, അവൻ അത്യുന്നതനാണ്. എന്നാൽ പിതാവിനോട് അനുസരണം കാണിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താഴേക്ക് ഇറങ്ങി. നിങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. ഇപ്പോൾ നിൽക്കുന്ന നിലപാടിൽ നിന്ന്, ഇപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്ന ഈഗോ വിട്ട് താഴേക്ക് ഇറങ്ങണം. എത്രത്തോളം ഇറങ്ങണം? സ്വർഗത്തിൽ നിന്ന് യേശു ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലേക്ക് വന്നു, മനുഷ്യവേഷം എടുത്തു. അത് കഴിഞ്ഞും താണു കേട്ടോ. ശിഷ്യന്മാരുടെ കാല് കഴുകാൻ താണു. അത് കഴിഞ്ഞും താണു. സൃഷ്ടി അവനെ അടിച്ചപ്പോൾ, അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ, അവനെ നിന്ദിച്ചപ്പോൾ അതെല്ലാം സഹിച്ച് ക്രൂശിലെ മരണത്തോളം താണു. ഉന്നത ഭാവം ഉണ്ടെങ്കിൽ അനുസരണം നടക്കത്തില്ല. യേശുവിൻ്റെ ഭാവം താഴ്മയാണ്. പ്രിയപ്പെട്ടവരെ, വിട്ടുകൊടുക്കണം. പിടിച്ചു വച്ചിരിക്കരുത്. ഒരു പദവിയും പിടിച്ചു വച്ചിരിക്കരുത്. ക്രിസ്തുവിൻ്റെ ഭാവം ധരിച്ചിട്ടങ്ങ് ഇറങ്ങണം. അതിൻ്റെ റിസൾട്ട് എന്താണെന്നോ? ദൈവം ഒരു ഡോറങ്ങ് തുറക്കും. അത് തലമുറയ്ക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. വചനത്തെ ഏറ്റെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.